യൂറോ കപ്പിൽ ക്രൊയേഷ്യയെ സമനിലയിൽ തളച്ച അൽബേനിയ. ഗ്രൂപ്പ് ബിയിലെ രണ്ടാം മത്സരത്തിൽ ക്രൊയേഷ്യയെ അവസാന നിമിഷ ഗോളിലാണ് അൽബേനിയ സമനിലയിൽ തളച്ചത്. മത്സരത്തിൽ ഇരു ടീമുകളും 2 ഗോളുകൾ വീതം നേടി. സമനിലയോടെ ഇരു ടീമുകളുടെയും നോക്കൌട്ട് പ്രതീക്ഷ ഇനി ചെറിയ സാധ്യത മാത്രമാണ്. മത്സരത്തിന്റെ 11-ാം മിനിറ്റിൽ കാസിം ലാച്ചിയാണ് അൽബേനിയയ്ക്ക് ലീഡ് നൽകിയത്. പിന്നീട് അൽബേനിയയ്ക്ക് നിരവധി അവസരങ്ങൾ ലഭിച്ചുവെങ്കിലും ലീഡ് ഉയർത്താൻ അവർക്കായില്ല. ഒറ്റ ഗോൾ ലീഡിൽ ആദ്യ പകുതി അവസാനിച്ചു. രണ്ടാം പകുതിയിൽ ക്രൊയേഷ്യ മത്സരത്തിൽ തിരിച്ചു വന്നു. 74-ാം മിനിറ്റിൽ ക്രമാരിച്ച് ക്രൊയേഷ്യയ്ക്ക് സമനില നൽകി. തൊട്ടു പിന്നാലെ ക്ലോസ് ഗ്യാസിലോയുടെ ഓൺ ഗോളിൽ ക്രൊയേഷ്യ ലീഡെടുത്തു. എന്നാൽ ഇതിൽ അൽബേനിയ പതറിയില്ല. തുടരെ അവസരങ്ങൾ സൃഷ്ടിച്ച അൽബേനിയ സ്റ്റോപ്പേജ് ടൈമിന്റെ 5-ാം മിനിറ്റിൽ സെൽഫ് ഗോൾ അടിച്ച ഗ്യാസിയുളയിലൂടെ തന്നെ സമനില നേടി. മത്സരത്തിന്റെ കണക്കുകളിലേക്ക് വന്നാൽ 68% സമയവും പന്ത് കൈവശം വെച്ച് കളിച്ചത് ക്രൊയേഷ്യയാണ്. 21 ഷോട്ടുകളാണ് ക്രൊയേഷ്യ തൊടുത്തത്. 9 ഷോട്ട് ഓൺ ടാർഗറ്റ്. 634 പാസുകൾ 90% കൃത്യതയോടെ ക്രൊയേഷ്യ പൂർത്തിയാക്കി. 15 ഷോട്ടുകളാണ് അൽബേനിയ തൊടുത്തത്. 7 ഷോട്ട് ഓൺ ടാർഗറ്റ്. 310 പാസുകൾ 79% കൃത്യതയോടെ അൽബേനിയ പൂർത്തിയാക്കി. ഇരു ടീമുകളും ഗ്രൂപ്പിലെ ആദ്യ മത്സരങ്ങളിൽ പരാജയപ്പെട്ടിരുന്നു. 1 പോയിന്റുമായി ഗ്രൂപ്പിൽ അൽബേനിയ 3-ാമതും 1 പോയിന്റോടെ ക്രൊയേഷ്യ 4-ാമതുമാണ്. അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ക്രൊയേഷ്യ ഇറ്റലിയെയും അൽബേനിയ സ്പെയിനെയും നേരിടും. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.